الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم وإذا تولى سعى في الأرض ليفسد فيها ويهلك الحرث والنسل والله لا يحب الفساد صدق الله العظيم لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സത്യവിശ്വാസികളായ സഹോദര സഹോദരിമാരെ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്കൊത്ത് നമ്മുടെ ദൈനംദിന ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുന്നു, ഉത്ബോധിപ്പിക്കുന്നു. പരമദയാലുവായ റബ്ബ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിസ്ഥിതി പരിപാലനം എന്ന നമ്മുടെ ചർച്ചയിൽ കൃഷിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് പരിമിതമായ ഈ സന്ദർഭത്തിൽ ശ്രമിക്കുന്നത്. നമ്മുടേത് ഒരു കാർഷിക രാജ്യവും നമ്മൾ ഒരു കാർഷിക സമൂഹവും ആയിരുന്നു. പക്ഷെ ഇന്ന് കാർഷിക സമുദായത്തിൽ നിന്ന് ഒരു നാഗരിക വ്യാവസായിക സമൂഹത്തിലേക്കുള്ള മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാർഷിക സമുദായത്തിൽ കാണുന്ന സംസ്കാരത്തിനപ്പുറം വളരെ ആധുനികവും നാഗരികവുമായ ഒരു സമൂഹത്തിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാറ്റത്തിന്റെ ധാരാളം പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം സമാജം എല്ലാ വിഷയത്തിലും പിന്നാക്കമാണ് എന്നതുപോലെ കാർഷിക വൃത്തിയുടെ കാര്യത്തിലും നമ്മൾ വളരെ പിന്നിലാണ് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ കേരളത്തിൽ താരതമ്യേന ഇപ്പോഴും കൃഷിയൊക്കെ കൊണ്ടു നടക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നതുപോലെ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പതനം ഈ വിഷയത്തിൽ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിന് ചേർന്ന ഒരു പണിയല്ല, അല്ലെങ്കിൽ അന്തസ്സുള്ള ഒരു മാർഗമല്ല കൃഷിയെന്ന് നമ്മൾ വിലയിരുത്തി പോകുന്നുണ്ട്. പല കാരണങ്ങളുണ്ടാകാം. ഒന്നാമതായി ഇത് ലാഭകരമല്ല എന്നതാണ് നമ്മുടെ ചിന്ത. ലാഭകരമല്ല എന്ന വിലയിരുത്തൽ വരുന്നത് തീർച്ചയായും ഒരു കച്ചവട മനസ്സോടുകൂടി ചിന്തിക്കുന്നതുകൊണ്ടാണ്.
ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും ഒരു കണ്ണട കൊണ്ട് മാത്രം നോക്കുമ്പോൾ തീർച്ചയായും പലതും നഷ്ടമാണ് എന്ന് പറയേണ്ടി വരും. അപ്പൊ ഈ കാലഘട്ടത്തിൽ കൃഷി എന്ന് പറയുന്നത് ലാഭകരമായ ഒരു ഏർപ്പാടല്ല എന്ന് നമ്മൾ പൊതുവെ ചിന്തിക്കുന്നു. രണ്ടാമതായിട്ട് ഗൾഫിന്റെ പ്രലോഭനമാണ്. ഞാനത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരധികവും ഈ പ്രലോഭനത്തിൽ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയായി ഗൾഫിനെ കാണുന്നതുകൊണ്ടുകൂടിയാണ് കൃഷി പോലുള്ള മേഖലകളിൽ നിന്ന് നമ്മൾ അകന്നുപോകുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പൊതുവെ ക്ഷമയില്ല. ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമ്മുടെ ഒരു സ്വഭാവമായിട്ട് ഈ തിടുക്കം മാറിയിട്ടുണ്ട്. നമ്മൾ എന്ത് ബിസിനസ് നടത്തിയാലും 4 മണിയാകുമ്പോൾ പെട്ടി തുറന്ന് കണക്ക് നോക്കണം, എണ്ണി നോക്കണം എന്നൊരു മനസ്സുണ്ട്. വൈകുന്നേരം പെട്ടി തുറന്ന് എണ്ണി നോക്കാൻ പറ്റുന്ന വ്യവസായങ്ങൾ വളരെ കുറവേ ഉള്ളൂ. ഏറ്റവും നല്ലതെന്ന് ചായക്കടയാണ്. അതുകൊണ്ടായിരിക്കും മുസ്ലിം ഉമ്മത്തിൽ അധികം പേരും ഹോട്ടൽ വ്യവസായത്തിലും ചായക്കടയിലും ഏർപ്പെടുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതിലുണ്ട്. കാർഷിക വൃത്തിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ കൃഷിയുടെ പ്രാധാന്യം എന്ത് എന്ന് പ്രമാണങ്ങളിലൂടെ തിരിച്ചറിയുവാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. ലാഭത്തിന്റെ കണ്ണടയിലൂടെ എല്ലാം നോക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ന്യായപ്രമാണങ്ങളിലൂടെ ഒരു സംഗതിയുടെ ഗൗരവത്തെ അല്ലെങ്കിൽ അതിന്റെ നിസ്സാരതയെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കേവലം ഒരു തൊഴിൽ എന്നതിനപ്പുറം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിത നിയോഗവുമായി ബന്ധപ്പെട്ട വലിയ ഒരു വിഷയമാണ് അഗ്രികൾച്ചർ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്നത്. നമുക്കറിയാം, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഖലീഫയായിട്ടാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മനുഷ്യൻ ഏറ്റെടുത്ത ഈ ഖിലാഫത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് ഇമാറത്തുൽ അർള് എന്ന് പറയുന്നത്, അഥവാ ഭൂമിയുടെ പരിപാലനം. വിശുദ്ധ ഖുർആൻ അത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹുവ അൻശഅകും മിനൽ അർളി വസ്തഅമറകും ഫീഹാ എന്ന്. ഖുർആൻ 11-ാം അധ്യായം സൂറത്ത് ഹൂദ് 61-ാമത്തെ വചനം. ഹുവ അൻശഅകും മിനൽ അർള്, ഭൂമിയിൽ നിന്നാണ് അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചത്. വസ്തഅമറകും ഫീഹാ, ആ ഭൂമിയുടെ പരിപാലന ചുമതല ഏൽപ്പിച്ചുകൊണ്ട് നാം അവിടെ താമസിപ്പിച്ചു. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യൻ ഏറ്റെടുത്ത ഖിലാഫത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് ഇമാറത്തുൽ അർള് അഥവാ ഭൂമിയുടെ പരിപാലനം, പരിസ്ഥിതിയുടെ സംരക്ഷണം. ആ പ്രകൃതിയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാർഷിക വൃത്തി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണ് 26 തവണ മരം അഥവാ ഷജർ എന്ന പ്രയോഗം നടത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 23 തവണ കൃഷി, ഒരു വാക്കല്ല, സർ എന്നും ഹെർസ് എന്നും ഖുർആൻ മാറി മാറി ഉപയോഗിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഒരു മരത്തിന്റെ പ്രാധാന്യം വിശുദ്ധ ഖുർആൻ പറയുകയാണ്. 26 ഇടങ്ങളിൽ അള്ളാഹു ആ വാക്കുപയോഗിക്കുന്നു. കൃഷിയെക്കുറിച്ച് പല വാക്കുകളിൽ അള്ളാഹു വിശദീകരിക്കുകയാണ്. ഒരു മരത്തെ തൊടുമ്പോൾ ഒരു മനുഷ്യനെ തൊടുന്നത് പോലെ തോന്നുന്നു എന്ന് പറഞ്ഞത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിനിധിയായി ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചു എന്നതിന്റെ ഭാഗമാണ് ഇമാറത്തുൽ അഥവാ ഭൂമിയുടെ പരിപാലനം എന്നത്. ആ ഭൂമിയുടെ പരിപാലനം യഥാർത്ഥത്തിൽ സാധ്യമാകണമെങ്കിൽ മനുഷ്യൻ കാർഷിക വൃത്തിയിൽ ഏർപ്പെടണം എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ടായിരിക്കും നാം ഖലീഫയായി മനുഷ്യനെ നിയമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഒന്നാമത്തെ മനുഷ്യനെ പറഞ്ഞേക്കുമ്പോൾ നമുക്കറിയാം, ആദം അലൈഹിസ്സലാം കാന ആദമു ഹാരിസ. ആദം കർഷകനായിരുന്നു. ആദം അലൈഹിസ്സലാം ഭൂമിയിലെ ഒന്നാമത്തെ കർഷകനായിരുന്നു. ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണല്ലോ. കൃഷിക്ക് അനുയോജ്യമായ ഒരു പ്രകൃതി, ഒരു സംവിധാനം അല്ലാഹു ഇവിടെ ഒരുക്കി വെച്ചത് നമ്മുടെ ആലോചനാ വിഷയമായി മാറേണ്ടതുണ്ട്. ഫല്യൻളുറിൽ ഇൻസാനു ഇലാ ത്വആമി അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا
വഹദായിക ഗുൽബൻ വഫാകിഹതൻ വഅബ്ബ മതാഅൻ ലക്കും വലിഅനാബിക്കും. മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലേക്ക് അവൻ നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, അന്നാ സുബ്ബിനൽ മാഅ സുബ്ബ, നാം ആകാശലോകത്തു നിന്ന് മഴ നിങ്ങൾക്ക് കുത്തിച്ചുരിഞ്ഞു തന്നു. അന്നാ സുബ്ബിന, സ്വബ്ബ എന്ന് പറഞ്ഞാൽ അതാണ് തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മഴ വീഴ്ത്തി തരുന്നു. അന്നാ സുബ്ബിനൽ മാഅ സുബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, ആ മഴവെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുമ്പോൾ, ഭൂമിയുടെ ഗർഭത്തിലേക്ക് പോകുമ്പോൾ ആ മഴവെള്ളം കാരണമായി ഭൂമി തുടിക്കുകയും അതിൽ നിന്ന് മുളകൾ പൊട്ടുകയും അഥവാ മുളകൾക്ക് മുകളിലേക്ക് വരാൻ പാകത്തിൽ ഭൂമി പിളർന്ന് അവസരമൊരുക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയും. സുമ്മ ശഖഖനൽ അർള ശഖ്ഖ, വളരെ ഉറച്ച ഭൂമിയാണെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ആ ഉറച്ച ഭൂമിയിൽ ഈ മുള പൊട്ടാൻ തുടങ്ങുമ്പോൾ വളരെ ദുർബലമായ ഒരു മുള, നമുക്കറിയാമല്ലോ, ഒരു മുള പൊട്ടി മുകളിലേക്ക് വന്നാൽ ഒരു കോഴി വേണ്ട ഒരു കോഴിയുടെ കുഞ്ഞിന്റെ കാല് തട്ടിയാൽ അത് മുറിഞ്ഞു പോകും, അത്രക്ക് ദുർബലമാണ്. പക്ഷേ ആ മുള മുകളിലേക്ക് വരുമ്പോൾ വളരെ ഉറച്ചു നിൽക്കുന്ന ഭൂമി വഴിമാറിക്കൊടുക്കുകയാണ്, അതങ്ങനെ പിളർന്നു കൊടുക്കുന്നു. സുമ്മ ശഖഖനൽ അർള ശഖ്ഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബ, എന്നിട്ട് നാം അതിൽ ധാന്യങ്ങൾ മുളപ്പിക്കുന്നു, സസ്യങ്ങൾ മുളപ്പിക്കുന്നു, പച്ചക്കറികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുന്നു. വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ, അവനാണ് ആകാശത്തു നിന്ന് നിങ്ങൾക്ക് വെള്ളം ഒഴുക്കി തന്നത്, വെള്ളം ഇറക്കി തന്നത്. ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈഇൻ, എല്ലാ സംഗതികളും എല്ലാത്തിന്റെയും മുളകളും അല്ലാഹു അതിലൂടെ കിളിർപ്പിക്കും. ഫഅഖ്റജ്നാ മിൻഹു ഖളിറ, പച്ചപ്പുള്ള ചെടികൾ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു. നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ, ഇടതൂർന്ന ധാന്യക്കതിരുകൾ അല്ലാഹു പുറത്തു കൊണ്ടുവരുന്നു. വമിനൻ നഖ്ലി മിൻ തുൽഇഹാ ഖിൻവാനുൻ ദാനിയ, വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ നിങ്ങൾ ഈത്തപ്പനകൾ കാണുകയാണ്. ഈത്തപ്പനകളുടെ ആ കൂമ്പോളകളിൽ തൂങ്ങി നിൽക്കുന്ന ഈത്തപ്പഴത്തിന്റെ കുലകൾ നിങ്ങൾ കാണുന്നു. മിൻ തുൽഇഹാ ഖിൻവാനുൻ ദാനിയ വജന്നാത്തിൻ മിൻ അഅനാബിൻ, അതുപോലെ മുന്തിരിത്തോപ്പുകൾ, വസ്സൈത്തൂന വറുമ്മാൻ, ഒലീവും അതുപോലെ റുമ്മാനും, മുസ്തബിഹൻ വഗൈറ മുതശാബിഹിൻ, ഒരേപോലെയുള്ളത്, വൈവിധ്യങ്ങളുള്ള, വ്യത്യസ്തതകളുള്ളത്. ഉൻളുറൂ ഇലാ സമരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉൻളുറൂ ഇലാ സമരിഹി, ആ പഴങ്ങളിലേക്ക് നിങ്ങൾ നോക്കൂ, ആ പഴങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കൂ, ചിന്തിക്കൂ. ഇദാ അസ്മറ വയൻഇഹി, അതങ്ങനെ കായ്ച്ച കനിയാകുന്നത് നോക്കൂ, അത് പഴുത്ത് ഭാഗമാകുന്നത് നോക്കൂ. ഇന്ന ഫീ ദാലികും ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ, അല്ലാഹുവിന്റെ ആധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് വിശദീകരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയും അല്ലാഹുവിന്റെ ഭൂമിയും കാർഷിക വൃത്തിക്ക് അനുയോജ്യമായ രീതിയിൽ ഈ മഴയും കാലാവസ്ഥയും സംവിധാനവുമെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് മനുഷ്യരെ നിങ്ങൾക്ക് ചിന്താവിഷയമാകേണ്ടതില്ലേ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭാഷണ മധ്യേ ഒരിക്കൽ പഴുത്ത് ഭാഗമാകുന്നതിന് മുമ്പ് തന്നെ വിൽപ്പന നടത്തുകയും അതിലൂടെ അന്യായമായിട്ട് പണമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പറയവേ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നുണ്ട്, അറഅയ്ത ഇദാ മനഅ അല്ലാഹു സമറ, അറഅയ്ത ഇദാ മനഅ അല്ലാഹു സമറ, അല്ല ഈ ഭൂമിയിലെ പഴങ്ങൾ, ഫ്രൂട്ട്സ് ഒക്കെ അല്ലാഹു തടഞ്ഞു വെച്ചിരുന്നെങ്കിൽ, അല്ലാഹു ഇത് നിങ്ങൾക്ക് തന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. വലാ മുഅ്തി ലിമാ മനഅ, അല്ല തടഞ്ഞാൽ പിന്നെ ഇത് തരാനാണുള്ളത്. പഴങ്ങളില്ലാത്ത, കായ്കനികളില്ലാത്ത ഒരു ഭൂമിയെക്കുറിച്ച്, മരങ്ങളില്ലാത്ത ഭൂമിയെക്കുറിച്ച്, പച്ചപ്പ് നഷ്ടപ്പെട്ട ഒരു ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. എത്രയോ പ്രവാചകന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഹദീസ് ഗ്രന്ഥങ്ങൾ പരതിയാൽ അത്ഭുതം തോന്നും. ചില അധ്യായങ്ങളുടെ തലക്കെട്ടുകൾ കാണുമ്പോൾ ബാബു ഫളിൽ ഉർസി വസ്സർ, ബാബു ഫളിൽ ഉർസി വസ്സർ, മരം നടീലിന്റെയും
കൃഷിയുടെയും മഹത്വം എന്നാണ് ഒരു അധ്യായം. ഫളിലിനെ കുറിച്ച് പറയുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഫളായിൽ എന്ന് പറയുന്ന നിസ്കാരത്തെക്കുറിച്ചും അതുപോലെ തസ്ബീഹിനെ കുറിച്ചും തഹ്മീദിനെ കുറിച്ചുമൊക്കെയാണ്. ഫളായിൽ എന്ന് പറയുന്നത് നമ്മൾ ഗ്രന്ഥങ്ങൾ എഴുതുന്നത് ഇബാദത്തുകളെ കുറിച്ച് മാത്രമാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ പറയുന്നു കൃഷിയുടെ മഹത്വത്തെക്കുറിച്ച്, അതിന്റെ ഫളായിലിനെ കുറിച്ച് പറയുന്ന അധ്യായങ്ങൾ. കിതാബുൽ മുസാറ, ഗ്രൂപ്പ് ഫാമിങ്ങിനെ കുറിച്ച്, കൂട്ടുകൃഷിയെക്കുറിച്ചുള്ള അധ്യായം ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഖുർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമത്തുൻ ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ എന്ന് പ്രവാചകൻ പറയുകയാണ്. കാർഷിക വൃത്തിയുടെ മഹത്വത്തെക്കുറിച്ച് പറയുകയാണ്. മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഖുർസൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ കൃഷി ചെയ്യുന്നില്ല, മരം നടുന്നില്ല. ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്ർ, അതിൽ നിന്നൊരു പക്ഷി ഭക്ഷിക്കുന്നു, ഒരു പക്ഷി തിന്നുന്നു. ഔ ഇൻസാനും, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ കഴിക്കുന്നു. ഔ ബഹീമത്തുൻ, അല്ലെങ്കിൽ ഏതോ ഒരു ജന്തു അതിൽ നിന്ന് കഴിക്കുന്നു. ഇല്ലാ കാന ലഹു ബിഹി സദഖത്തുൻ, അവനതൊരു ധർമ്മമായി കൊണ്ടല്ലാതെ, അവനിൽ നിന്നുള്ള ഒരു സ്വതക്കയായി കൊണ്ടല്ലാതെ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് പ്രവാചകൻ പറയുകയാണ്. നിങ്ങളൊരു കൃഷി നടത്തുന്നു, ആ കൃഷിയിൽ നിന്നൊരു പക്ഷി ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു മൃഗം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, ഇതെല്ലാം കൃഷി ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വതക്കയായി രേഖപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഖുർസൻ ഇല്ലാ കാന മാ ഉകില മിൻഹു ലഹു സദഖ, അതിൽ നിന്ന് ആരൊക്കെ എങ്ങനെയൊക്കെ കഴിക്കുന്നുവോ അതെല്ലാം അവന് സദഖയാണ്. ഒമാ സുരിക മിൻഹു ലഹു സദഖത്തുൻ, പ്രവാചകൻ പറയുന്നു, നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു വാചകമാണ്. ഒമാ സുരിക മിൻഹു ലഹു സദഖത്തുൻ, ആ കൃഷിയിൽ നിന്ന്, പഴത്തിൽ നിന്ന് ആരോ മോഷണം നടത്തി എങ്കിൽ ആ മോഷ്ടിക്കപ്പെട്ടതും അവന്റെ പേരിൽ സദഖയായി രേഖപ്പെടുത്തപ്പെടും. ഒമാ അകല ലഹു ഒമാ അകല സബഉ മിൻഹു ഫഹുവ ലഹു സദഖ, ഏതോ ഒരു കാട്ടുമൃഗം, വന്യജീവി അതിൽ നിന്ന് തിന്നു, അതും അവന് സദഖയാകും. ഒമാ അകലത്തി ത്വയ്റു ഫഹുവ ലഹു സദഖ, ഒരു പക്ഷിയാണ് തിന്നത് എങ്കിൽ അതും അവന് ധർമ്മമാണ്. വലാ യർസഉഹു വഹദുൻ ഇല്ലാ കാന ലഹു സദഖ, റവാഹു മുസ്ലിം. ആ കാർഷിക വിഭവങ്ങൾ അതിനെ ആരും ക്ഷതമേൽപ്പിക്കുന്നില്ല, അഥവാ അതിനെന്ത് പരിക്കേറ്റാലും അതൊക്കെ ഈ കൃഷിവലനെ സംബന്ധിച്ചിടത്തോളം സ്വതക്കയായിട്ട് അല്ലാഹു രേഖപ്പെടുത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാർഷിക വൃത്തിയിലൂടെ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതൊക്കെ അല്ല, അയാളുടെ കൃഷി തന്നെ സ്വതക്കത്തുൻ ജാരിയാണ് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു. ഖബറിൽ കിടക്കുന്ന മനുഷ്യന് പുണ്യം കിട്ടുന്ന കാര്യങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഒരു പുഴ കീറൽ പുണ്യം കിട്ടുന്ന, ഖബറിൽ പുണ്യം കിട്ടുന്ന ഒരു കാര്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ഒരാളൊരു പൊതു കിണർ കുത്തിക്കൊടുത്തു, അത് അയാൾക്ക് സ്വതക്കത്തുൻ ജാരിയാണ്. അതോടൊപ്പം പ്രവാചകൻ പറഞ്ഞു, ഒരാൾ കൃഷി നടത്തുന്നു, അത് അയാൾക്ക് നിലയ്ക്കാതെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വതക്കത്തുൻ ജാരിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മുസ്ഹഫ് ദാനം ചെയ്യൽ, അല്ലെങ്കിൽ പള്ളി നിർമ്മിച്ചു കൊടുക്കൽ, ഇതൊക്കെ സ്വതക്കത്തുൻ ജാരിയാണ് എന്ന് സമുദായത്തിനറിയാം. അതേസമയം അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഇത്തരം സംഗതികളും. കാർഷിക വൃത്തിയടക്കം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സ്വതക്കത്തുൻ ജാരിയാണ് എന്ന് പ്രവാചകൻ പറയുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുടെ കമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു മരമുണ്ട്, അത് നിങ്ങൾക്ക് നടാൻ അവസരം കിട്ടിയാൽ ലോകാവസാനത്തിന്റെ പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞാൽ പോലും ഇൻ ഖാമത്തിസ് സാഅ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ വിശദീകരിച്ചത്. അതിന്റെ പ്രക്രിയകൾ ആരംഭിച്ചു എങ്കിൽ പോലും നിങ്ങൾക്കത് നടാൻ കഴിയുമെങ്കിൽ നടുകയാണ് വേണ്ടത് എന്ന് പഠിപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്നുണ്ട്, സ്വന്തം പിതൃവ്യനോട്, ദാരിദ്ര്യമകറ്റാൻ താങ്കൾ പച്ചക്കറി കൃഷി ചെയ്യുകയാണ് വേണ്ടത് എന്ന് പ്രവാചകൻ പറയുന്നതായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും ഇലന്തമരം മുറിച്ചാൽ അയാൾ അല്ലാഹു നരകത്തിൽ വീഴ്ത്തുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് തണലേകുന്ന, വഴിയോരങ്ങളിൽ തണലേകുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയാൽ അല്ലാഹു അതിന്റെ പേരിൽ ഒരു മനുഷ്യരെ ശിക്ഷിക്കുമെന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകുകയാണ്. ഇങ്ങനെ ധാരാളം ഹദീസുകൾ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരം നടുക അല്ലെങ്കിൽ കൃഷി നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ കേവലം ഭൗതികമായ ഒരു കാര്യമല്ല, അത് ഇബാദത്താണ്, ദീൻ കാര്യമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഇതൊക്കെ വിശദീകരിക്കുന്നത് പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്.
ആത്മീയതയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്, അള്ളാഹുവിനുള്ള വിശ്വാസവുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ ഇതൊക്കെ വിശദീകരിച്ചത്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി, സുബ്ഹാനല്ലാഹില്ലദീ വബിഹംദിഹി എന്ന തസ്ബീഹ് നിങ്ങൾ ചെയ്യുമ്പോൾ, അങ്ങനെ ഒരു തസ്ബീഹ് ഒരാൾ ചൊല്ലിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ഈത്തപ്പന നടുമെന്ന് പ്രവാചകൻ പറയുകയാണ്. ആലോചിച്ചു നോക്കൂ, ഈത്തപ്പന നടുന്നതിന്റെ അല്ലെങ്കിൽ കാർഷിക വൃത്തിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫലമെന്ന് പറയുന്നത് ഭൂമിയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല, സ്വർഗ്ഗത്തിൽ പോലും പരലോകത്ത് തുടരുന്ന ഒരു കാര്യമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് മഹാന്മാരായ ഫുഖഹാക്കൾ പറഞ്ഞത്, കൃഷി എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഫർള് കിഫായയാണ്, എന്ന് പറഞ്ഞാൽ നിർബന്ധമായ സാമൂഹ്യ ബാധ്യതയാണ്. സാമൂഹ്യ ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സമുദായത്തിന് വേണ്ടി, മനുഷ്യ സമൂഹത്തിന് വേണ്ടി ആരെങ്കിലും അത് ചെയ്തിരിക്കണം. അഥവാ ഈ സമൂഹത്തിൽ ആരും അത് ചെയ്തില്ലെങ്കിൽ സമൂഹത്തിലെ എല്ലാവരും കുറ്റക്കാരായി മാറുന്ന നിർബന്ധമായ സാമൂഹ്യ ബാധ്യതയാണ് കൃഷിയെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാമ ഖുർത്തുബിയെ പോലെ, മഹാനായ അബൂ ഹാമിദ് ഗസാലിയെ പോലുള്ള ആളുകൾ ഇത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കറിയാം. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല തൊഴിൽ കൃഷിയാണ് എന്നാണ്. വെറുതെ പറയുകയല്ല, ഇമാം അവர்கள் വിശദീകരിച്ചിട്ടുണ്ട്. കൈകൊണ്ടുള്ള അധ്വാനമുണ്ട് കൃഷിയിൽ. അത് ഇസ്തിരി ചൊളിയാതെ ഏതോ ഒരു ഒഫീഷ്യൽ വർക്ക് ചെയ്യുന്നത് പോലുള്ള ഒരു ഏർപ്പാടല്ല. തീർച്ചയായും കൈകൊണ്ടുള്ള അധ്വാനമുണ്ട് കൃഷിയിൽ. അല്ലാഹുവിനുള്ള തവക്കുലുണ്ട് കൃഷിയിൽ. വിത്ത് വിതക്കാം, പിന്നെ അതുപോലെ വളം ചേർക്കാം, വെള്ളം നൽകാം, അതിനുവേണ്ട നിലമൊരുക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഈ മുള പൊട്ടിക്കേണ്ടത് അല്ലെങ്കിൽ ഈ കൃഷിയെ വിജയിപ്പിക്കേണ്ടത് തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ഇതെല്ലാം ചെയ്തുകൊണ്ടൊരു കൃഷിയുമല്ല അല്ലാഹുവിൽ തവക്കുലാക്കുകയാണ് ചെയ്യുന്നത്. ഈ തവക്കുൽ കൃഷിയുടെ ഒരു പ്രത്യേകതയാണ്. ജീവജാലങ്ങൾക്കുള്ള ഉപകാരം ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പകരമില്ലാത്ത ഭക്ഷണം. ഇതൊക്കെ നോക്കുമ്പോൾ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയാണ് എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിനേക്കാളൊക്കെ ഉപരിയാണ് ഒരു കൃഷിക്കാരൻ അനുഭവിക്കുന്ന ആനന്ദം എന്ന് പറയുന്നത്. ആ വിത്ത് മുളപൊട്ടി ചെടിയായി വരുമ്പോൾ, അത് വളരുമ്പോൾ, അത് പൂക്കുമ്പോൾ, അത് കായ്ക്കുമ്പോൾ, അത് ഫലസമൃദ്ധിയോടുകൂടി ഹരിതാപമായി ഭൂമിയിൽ പടർന്നു നിൽക്കുമ്പോൾ അത് കാണുന്ന ഒരു മനുഷ്യൻ, ഒരു കർഷകൻ, അവന്റെ മനസ്സിൽ അനുഭവിക്കുന്ന ആനന്ദം വേറൊരു വലിയ പ്രത്യേകതയാണ്. ചുരുക്കി പറഞ്ഞാൽ കൃഷിയുടെ പ്രാധാന്യം ന്യായപ്രമാണങ്ങളിലൂടെ, വിശുദ്ധ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ തിരിച്ചറിയുവാൻ മുസ്ലിം സമാജത്തിന് സാധിക്കേണ്ടതുണ്ട്. കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനകീയമായ, ഏറ്റവും വിപ്ലവാത്മകമായ ആശയം ഒരുപക്ഷെ ലോകത്തിന് സമർപ്പിച്ചത് ദീനുൽ ഇസ്ലാമാണ് എന്ന് നമുക്കറിയാം. കൃഷിഭൂമി ആരുടേതാണ് എന്നൊരു ചോദ്യമുണ്ട്. കൃഷിഭൂമി കർഷകന്റേതാണ് എന്നാണ് 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ദീനുൽ ഇസ്ലാം ലോകത്തിന് നൽകിയ സന്ദേശം. കൃഷിഭൂമി കർഷകൻ അവകാശപ്പെട്ടതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയങ്ങൾക്കിടയില്ലാത്ത വിധം പഠിപ്പിക്കുകയുണ്ടായി. മന്നഹിയ അർളൻ മൈത്തൻ ഫഹിയ ലഹു, പ്രവാചകൻ പ്രഖ്യാപിച്ചു, ആരെങ്കിലും ഒരു ചത്ത ഭൂമിയെ ജീവിപ്പിക്കുമെങ്കിൽ അഥവാ കൃഷിയോഗ്യമാക്കി മാറ്റുമെങ്കിൽ, അതിൽ കൃഷി നടത്തുമെങ്കിൽ, തരിശുഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റുമെങ്കിൽ ആ ഭൂമി അയാൾക്ക് അവകാശപ്പെട്ടതാകുന്നു. ഇമാം ബുഖാരി രേഖപ്പെടുത്തുകയുണ്ടായി, ഒരാൾ ഭൂമിയെ പരിപാലിക്കുന്നു, കൃഷി നടത്തുന്നു, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശി അയാൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിച്ചത്, ആരുടെയെങ്കിലും കൈവശം ഭൂമിയുണ്ട്, ആ ഭൂമി അയാൾ ഒന്നും ചെയ്യാതെ തരിശുഭൂമിയാക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ 3 വർഷത്തിനപ്പുറം പോയാൽ, 3 വർഷമായാൽ ആ ഭൂമി നമ്മൾ പിടിച്ചെടുക്കുമെന്ന് ഭരണാധികാരിയായ ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. പ്രവാചകനത്തിന്റെ പ്രാധാന്യത്തെ എടുത്തു പറയുക മാത്രമല്ല, അങ്ങനെ സംഘമായിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള എല്ലാ നിലക്കുമുള്ള കാർഷിക വൃത്തിയുടെ മനോഹരമായ മാതൃക മദീന സമൂഹത്തെ കൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. പ്രവാചകൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. അൻസാറുകൾ നമുക്കറിയാം കൃഷിവലന്മാരായിരുന്നു. അൻസാറുകളും മുഹാജിറുകളും കൂടി കൃഷി നടത്തിയ ധാരാളം സംഭവങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. കൃഷി കുറയുക എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യാവസായിക സമൂഹമായി,
ഒരു നാഗരിക സമൂഹമായിട്ട് നമ്മൾ മാറുന്നു. കൃഷി പാടെ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു എന്നത് വിശ്വാസി സമാജത്തെ സംബന്ധിച്ചിടത്തോളം പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഫിർഔനെ അല്ലാഹു ശിക്ഷിച്ചത് ഇത്തരം കൃഷിയെ നശിപ്പിച്ചുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീൻ വനഖ്സിൻ മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തുൽ അറാഫ് 130-ാം വചനം അല്ലാഹു പറയുന്നു, ഫിർഔനെയും കൂട്ടരെയും നാം ശിക്ഷിക്കുകയുണ്ടായി വർഷങ്ങളോളം. വനഖ്സിൻ മിനസ് സമറാത്ത്, കാർഷിക വിളകളിൽ നാശം വരുത്തിക്കൊണ്ട് അവരെ നാം ശിക്ഷിച്ചു. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ കാര്യം ഗ്രഹിക്കാൻ വേണ്ടി, അവരുടെ ജീവിതശൈലി മാറ്റാൻ വേണ്ടി അള്ളാഹുവിന്റെ ശിക്ഷയായി കൃഷിനാശം സംഭവിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ദൈവാധിപത്യ വിരുദ്ധ ശക്തികൾ ലോകത്തിന്റെ അധികാരസ്ഥാനത്ത് വന്നാൽ അവർ ചെയ്യുന്ന ഏറ്റവും പ്രകൃതി വിരുദ്ധമായ ഒരു കാര്യം കാർഷിക വൃത്തിയുടെ നാശമാണ്, അല്ലെങ്കിൽ കൃഷിഭൂമികളെ നശിപ്പിക്കലാണ് എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഗൗരവത്തിൽ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. വയലുകൾ പറമ്പുകളായി മാറുന്നു, അല്ലെങ്കിൽ കൂറ്റൻ കെട്ടിടങ്ങളായി മാറുന്നു. കൃഷി ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചാൽ പോലും സാധിക്കാത്ത രീതിയിൽ ഭൂമിയുടെ ലഭ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളറിയണം, വിശുദ്ധ ഖുർആൻ നൽകിയ ഒരു മുന്നറിയിപ്പ് ദൈവാധിപത്യ വിരുദ്ധ ശക്തികൾ അധികാരത്തിൽ വന്നാൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ കൃഷിഭൂമികളും വയലുകളും നശിപ്പിക്കുമെന്നതാണ്. വൈദാ തവല്ല ശാഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ ഹർസ വന്നസ്ൽ വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടാത്ത നാശത്തിന്റെ പ്രവർത്തനമാണത് എന്ന് വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 205-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് കാർഷിക വൃത്തികളോടൊക്കെ വൈമുഖ്യം കാണിക്കുന്ന, അത് നമ്മുടെ കാലഘട്ടത്തിന്റെ അന്തസ്സിന് യോജിക്കാത്ത ഒരു ജോലിയാണ് എന്ന്, ശരീരത്തിൽ മണ്ണ് മുരളുന്ന അധ്വാനം ആവശ്യമുള്ള ഈ പണിയൊക്കെ ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമാജത്തിൽ വളർന്നു വരുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മുമ്പിൽ വെച്ചുകൊണ്ട് ഒരു പുനഃപരിശോധന നടത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനൊക്കെ പറ്റിയ രീതിയിലാണ് ഈ ഭൂമിയെ, കാലാവസ്ഥയെ, മഴയെ, കാറ്റിനെയൊക്കെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് മണ്ണറിയാം വിത്തറിയാമെന്ന് പറയുന്നത് കുട്ടികളുടെ ഒരു പരിപാടി മാത്രമല്ല, വിശ്വാസി സമാജത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിർബന്ധമായ സാമൂഹ്യ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണം. കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.